ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ക്ലാസ്, പവർ ആൻഡ് പൊളിറ്റിക്സ്. പേജ് നമ്പർ 313. റൊമാൻറ്റിക് ലിറ്ററേച്ചർ വാസ് ഓൾവേസ് ഷേപ്ഡ് ബൈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഓഫ് ദ ടൈം. അതായത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ നമുക്ക് എപ്പോഴും എന്താണ് കാണുന്നുള്ളത്, ആ സമയത്തിൽ സോഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഓർ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ ലിറ്ററേച്ചർ വർക്ക്സിൽ നമുക്ക് കാണാറുള്ളത്. Many critics believe that romantic poets were reacting to the big changes in society caused by the Industrial Revolution. Critics ബിലീവ് ആക്കുന്നുണ്ടായ ഒരു കാര്യം എന്താണ്, ദാറ്റ് റൊമാൻറ്റിക് പോയറ്റ്സ് ശരിക്കും അവരുടെ വർക്ക്സിൽ അവിടെ നടക്കുന്നുള്ള ബിഗ് ചേഞ്ചസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള ബിഗ് ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ റിയാക്ട് അഥവാ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് അവരുടെ വർക്കിൽ എഴുതാറുള്ളത്. എന്തൊക്കെയാണ് ചേഞ്ചസ്? ഫസ്റ്റ് വൺ, ദ ഗ്രോത്ത് ഓഫ് ഫാക്ടറീസ്, the decline of traditional handmade work, whole groups of workers losing their jobs, cities becoming overcrowded. ഇതൊക്കെയായിരുന്നു some of the changes. Romantic poetry always focused on the dignity of individuals, especially poor ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട്, or felt left out of the society. The romantic thought that the industrial revolution and the rise of machines were the cause of all these problems. This changes disrupted the natural way of life. എപ്പോഴും ജീവിക്കുന്ന ആ ഒരു ലൈഫിലേക്ക് ഒരു തടസ്സമായി മാറി അല്ലേ. Made people feel very isolated or alone and mentally affected. Focused too much on profit. അതായത് പ്രോഫിറ്റിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് they ignored human feelings. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് പോയറ്റ്സ് അവരുടെ പോയത്തിൽ യൂണിറ്റി, ഹോൾനെസ്, ഇമോഷണൽ ഡെപ്ത് ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് എഴുതാറുള്ളത്. Samuel Taylor Coleridge called this feeling the one life. Very important for one mark. The idea that everything in nature is connected. പിന്നെ പറയുകയാണെങ്കിൽ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഓൾസോ റിഫ്ലക്റ്റഡ് ദ പൊളിറ്റിക്കൽ സ്ട്രഗിൾസ് ഓഫ് ദ ടൈം. പേഴ്സി ബൈഷി ഷെല്ലി ആണ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഹി സേസ് ദാറ്റ് ദീസ് സ്ട്രഗിൾസ് വെയർ ദ മെയിൻ തീം ഓഫ് ദ era. William Wordsworth, he visited France after the French Revolution and all, and he was so excited and he was so hopeful. വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ദ പ്രലൂഡ് എന്ന പോയത്തിൽ ഈ ഒരു ഫീലിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു 5 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദാറ്റ് ഡൗൺ ടു ബി അലൈവ്. ഹി മീൻസ് ദാറ്റ് ഇറ്റ് ഫെൽറ്റ് വണ്ടർഫുൾ ടു ബി അലൈവ് ഡ്യൂറിങ് സച്ച് എ പവർഫുൾ ടൈം ഓഫ് ചേഞ്ച്. ആൻഡ് ഇൻ 1790 എഡ്മണ്ട് ബർഗ് റോട്ട് റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് 1790 എഡ്മണ്ട് ബർഗ് എഴുതിയൊരു പോയം റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. ഈ ഒരു വർക്കാണ് ബ്രിട്ടനിൽ ബിഗ് ഡിബേറ്റിന് കാരണമായത്. മെനി പീപ്പിൾ ഇൻ ബ്രിട്ടൻ സപ്പോർട്ടഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ അറ്റ് ഫസ്റ്റ്. അവിടെ കുറേ ആൾക്കാരും ഫ്രഞ്ച് റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ദ ഫ്രഞ്ച് വെയർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് മൊനാർക്കി or trying to build a more democratic government. അവർ ഫ്രഞ്ച് റെവല്യൂഷൻ നല്ലതെന്ന് വിശ്വസിച്ച ആൾക്കാരാണ്. പക്ഷേ എഡ്മണ്ട് ബർഗ് ഡിസഗ്രീഡ് വിത്ത് ദിസ്. ഹി സേസ് ദാറ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ വാസ് ആക്ച്വലി ഡേഞ്ചറസ് because it ignored the tradition and experience, causing the political chaos and violence എന്നൊക്കെയാണ് നമ്മൾ പോയറ്റ് പറയുന്നുള്ളത്. So his opinion was challenged by others, that is Richard Price, a minister who had earlier supported the revolution and compared it to the England's peaceful revolution of 1688. അപ്പോൾ റിച്ചാർഡ് പ്രൈസ് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന് മുന്നേ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ട് പീസ്ഫുൾ റെവല്യൂഷനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് റോട്ട് 2 famous replies. വെരി ഇമ്പോർട്ടൻറ്റ്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് 2 famous replies നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ വിൻഡിഗേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെൻ, പബ്ലിഷ്ഡ് ഇൻ 1790, where she defended the revolution. Okay. A Vindication of the Rights of Women, 1792, where she argued that women also deserved equal rights and education. Next poet ആണ് തോമസ് പൈൻ. wrote The Rights of Man in 2 parts. 1791 എഴുതിയിട്ടുണ്ട്, 1792, defending the revolution and promoting the equality. William Godwin also wrote about Enquiry Concerning Political Justice, 1793, which supported the political reform and freedom. ഈ ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഇറ്റ് ഡിഡിൻറ്റ് ജസ്റ്റ് ഹാപ്പൻ ഇൻ സ്പീച്ചസ് ആൻഡ് ബുക്സ്. ഇറ്റ്സ് ഓൾറെഡി ഇൻഫ്ലുവൻസിങ് ദ പോയട്രി, നോവൽസ്, പ്ലേസ് ആൻഡ് എസ്സേസ്. So romantic writers used the literary work as a tool
to fight against these political and social changes. Then we have Helen Maria Williams, a famous woman romantic poet and a novelist who supported the revolution and wrote about events in France. She believed in reform and human rights. Poets like William Wordsworth Coleridge അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് വർക്കാണ് ലിറിക്കൽ ബലാഡ്സ്. അപ്പോൾ ലിറിക്കൽ ബലാഡ്സിൽ ഫാൻസി ആയിട്ടുള്ള റിച്ച് ലൈഫ് സ്റ്റൈൽസ് അല്ല കാട്ടിക്കുന്നുള്ളത്. Instead, they focused on the ordinary poor lifestyle or showcasing the deep emotions and truths of human experience. William Blake, another romantic poet, directly he criticizing the system, especially he criticizing the church and the monarchy. വില്യം ബ്ലേക്സ് എഴുതിയിട്ടുള്ള പോയംസും അതിലെ മെസ്സേജസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സോങ്സ് ആൻഡ് ഇന്നസെൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒപ്രസിനെ കുറിച്ചിട്ടും സൊസൈറ്റിയിലുണ്ടായ ചിൽഡ്രൻ ആൻഡ് പുവർ ഫേസ് ചെയ്തിട്ടുണ്ടായ കാര്യങ്ങളും കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹോളി തേഴ്സ്ഡേ എന്നുള്ള വർക്കിൽ ഹി ക്വസ്റ്റ്യൻസ് ഹൗ ചിൽഡ്രൻ ക്യാൻ ബി ട്രീറ്റഡ് സോ ബാഡ്ലി ഇൻ ദ റിച്ച് ലാൻഡ്. നെക്സ്റ്റ് വി ഹാവ് ലണ്ടൻ എന്ന് പറയുന്ന വർക്കിൽ ഹി ആക്ച്വലി പെയിൻറ്റ്സ് എ ഡാർക്ക് പിക്ചർ ഓഫ് ദ സിറ്റി. He shows that emotional and psychological chains people are kept in. The poem Tiger exploring the terrifying beauty and power of a creation. ഇതൊക്കെയാണ് വില്യം ബ്ലേക്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പോയംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വിൽ ടോക്ക് അബൌട്ട് പേഴ്സി ബൈഷി ഷെല്ലി. ഫേമസ് ആയിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ് ആണ്, ഹു ഹാഡ് വെരി സ്ട്രോങ് പൊളിറ്റിക്കൽ ബിലീവ്സ്. പേഴ്സി ബൈഷി ഷെല്ലി എപ്പോഴും he supported freedom, equality and change. In many of his poems, Shelley always talked about how the corrupt and oppressive the British rulers എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവരെ വർക്കായ In Ode to the West Wind, very important, in Ode to the West Wind, he uses the image of the wind to represent a force of change that can blow away the old. Shelley gives a new life and hope for the people. നെക്സ്റ്റ് ഇത്തെ പോയം എന്ന് പറയുന്നത്, ഇൻ ദ പോയം ഇംഗ്ലണ്ട് ഇൻ 1819 ഹി പെയിൻറ്റ്സ് എ ഡാർക്ക് പിക്ചർ ഓഫ് ദ കൺട്രി. ഈ ഒരു വർക്കിൽ ഹി ഡിസ്ക്രൈബ്സ് ദ കിങ് ആസ് വെരി ഓൾഡ് ഓർ ക്രേസി, ബ്ലൈൻഡ് ആൻഡ് ഡൈയിങ്. ഹി സേസ് ദാറ്റ് പീപ്പിൾ ആർ ഡൈയിങ് വിത്തൗട്ട് എ ബ്ലോ, മീനിങ് they suffer such cruelty, they suffer silently under a cruel system. ഇതേ സമയം ഷെല്ലി ഓൾസോ ടോക്സ് അബൌട്ട് ദ പീറ്റർലൂ massacre, where a government killed thousands of people who were protesting peacefully for their rights. So he's saying that this kind of system is not just right, ഇറ്റ്സ് ജസ്റ്റ് കില്ലിങ് ദ ഫ്രീഡം. ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മെയിൻലി റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള വർക്കാണ് ഇതിൽ പറയുന്നുള്ളത്. നോട്ട് ചെയ്യേണ്ട 2 റൈറ്റേഴ്സാണ്, ഒന്ന് വില്യം ബ്ലേക്ക്, ദെൻ പേഴ്സി ബൈഷി ഷെല്ലി. വുമൺ റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഹെലൻ മറിയ വില്യംസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.